എല്ലാവർക്കും നമസ്കാരം. ഈ അനുഭവം ആരുടേതാണെന്നറിയോ? എനിക്ക് എൻ്റെ ഗ്രൂപ്പിലും പേജിലും ഒക്കെ ആയിട്ടുള്ള വളരെ കുറച്ച് ആളുകളെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു 3-4 ആളുകളെ. അതിൽ ഒരാളുടെ അനുഭവമാണ്. അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മെയിൻ അഡ്മിനായിട്ടുള്ള ദൃശ്യയുടെ കസിനാണ്, ജലജ ചേച്ചിയാണ്. ഞങ്ങൾ ഗുരുവായൂർ പോയെന്ന് കണ്ടിരുന്നു. ചേച്ചിയും ദൃശ്യയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അനുഭവം അയച്ചു തന്നിട്ട് കുറച്ച് ദിവസമായി. ഞാൻ എല്ലാവരോടും പറയുന്നത് മാതിരി അടുത്ത ദിവസം എന്നങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ അനുഭവം ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ അനുഭവത്തിൽ. ഹരേ കൃഷ്ണ. ശ്രീകാന്ത് സാർ, ഞാൻ കൊല്ലത്ത് നിന്ന് ജലജയാണ്. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു അനുഭവം അയച്ചിരുന്നു. അത് സാർ വായിക്കുകയും ചെയ്തു. ഇത് ചെറിയൊരു അനുഭവമാണ് കേട്ടോ, പക്ഷെ എൻ്റെ മനസ്സ് ഒരുപാട് വിഷമിച്ച ഒരു അനുഭവം. കഴിഞ്ഞ ഫെബ്രുവരി മാസം എൻ്റെ അമ്മയുടെ കൈമുട്ടിൽ ഒരു തടിപ്പ് അനുഭവപ്പെട്ടു. ഭയങ്കര വേദനയായിരുന്നു. അതൊരു ഡോക്ടറിനെ കാണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കേട്ടോ. അനിയത്തിയുടെ വീടിനടുത്തുള്ള ഒരു ഡോക്ടറിനെ കാണിക്കാൻ തീരുമാനിച്ചു. വർക്കലയാണ് അനുജത്തിയുടെ വീട്. വൈകുന്നേരം അനുജത്തിയും അമ്മയും കൂടി ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ അമ്മയുടെ കൈ പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന്. എന്തിനുള്ള ടെസ്റ്റാണെന്ന് അനുജത്തി ഡോക്ടറോട് ചോദിച്ചു. അത് ക്യാൻസർ ആണോ എന്ന് സംശയമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ചെറിയ കാര്യങ്ങൾക്ക് പോലും മനപ്രയാസമുള്ള എൻ്റെ അമ്മ ഇത് കേട്ടപ്പോൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു പോയി. അനുജത്തിയോ ആകെ വല്ലാതായിട്ടോ. തിരിച്ച് അവർ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചു. ഫോണിൻ്റെ മറുവശത്ത് അമ്മ പൊട്ടിക്കരയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് അമ്മ കരയുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് ടെസ്റ്റിനായിട്ട് എഴുതി തന്നു, ക്യാൻസർ ആണോ എന്ന് ഡോക്ടർ സംശയം പറഞ്ഞു. പക്ഷേ അത് പറയുമ്പോഴേക്കും അമ്മയുടെ വാക്കുകൾ പുറത്തു വന്നില്ല. പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനും വല്ലാതായി. പക്ഷേ ഞാനത് പുറത്ത് കാണിച്ചില്ല. അങ്ങനെയൊന്നുമല്ല എന്ന് ഞാൻ അമ്മയെ സമാധാനപ്പെടുത്തി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കൊല്ലത്തേക്ക് പോര്, ഇവിടെ നല്ല ഡോക്ടർമാരുണ്ട്, അവരെ കാണിക്കാം. ഇതിൻ്റെ തന്നെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാരെ കാണിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അന്ന് രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പല ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ വന്നു. ഞാൻ കണ്ണനോട് ചോദിച്ചു, എന്തിനാണ് കണ്ണാ ഞങ്ങൾക്ക് ഇങ്ങനെ ദുഃഖങ്ങൾ തരുന്നത്? അന്ന് രാത്രി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കണ്ണനോട് ഒരുപാട് നേർച്ചകൾ ഞാൻ നേർന്നു. നാരായണീയം പകർത്തി എഴുതാം, നാമമാല എഴുതി സമർപ്പിക്കാം, അടിപ്രദക്ഷിണം ചെയ്യാം. നാളെ ഡോക്ടർ എന്നെ കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാവരുത് കണ്ണാ എന്ന് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ എൻ്റെ അനുഭവം ത്രിമധുരത്തിൽ പറയാമെന്ന് കണ്ണനോട് പറഞ്ഞു. അന്ന് രാത്രി ഞാനൊരു അനുഭവം ശ്രീകാന്ത് സാർ പറഞ്ഞത് കേട്ടു. ഒരമ്മ എഴുതിയ അനുഭവം. മോൾക്ക് ഇതുപോലെ ഒരു മുഴയുണ്ടായിരുന്നു, പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. ആ അനുഭവം അമ്മ ത്രിമധുരം ഗ്രൂപ്പിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സമാധാനമായി. പിറ്റേന്ന് രാവിലെ ഞാനും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ കൈയൊക്കെ നല്ലതുപോലെ നോക്കി. കുഴപ്പമില്ല, 5 ദിവസത്തെ മരുന്ന് തരാമെന്ന് ഡോക്ടർ പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞ് പൊട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത് കീറിക്കളയാമെന്നും ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനം തോന്നി. കണ്ണനെ ഞാൻ ഉറക്കെ വിളിച്ചു കരഞ്ഞു. പിറ്റേ ദിവസം മുതൽ ഞാൻ അമ്മയോട് ചോദിക്കും, കൈ എങ്ങനെയുണ്ടെന്ന്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ അമ്മ ഫോണിൽ വിളിച്ചു പറഞ്ഞു, മോളെ അത് പൊട്ടി, കുഴപ്പമില്ല, പഴുപ്പും വെള്ളമൊക്കെ കുറേ പോയെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ അമ്മ പാവാണ്. സ്നേഹിക്കാൻ മാത്രമേ എൻ്റെ അമ്മയ്ക്ക് അറിയൂ. അമ്മയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ശ്രീകാന്ത് സാർ, എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ പ്രായമായതിൻ്റെ ചെറിയ സുഖങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മ സന്തോഷമായിട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. സാറിനും കുടുംബത്തിനും കണ്ണൻ നല്ലത് മാത്രം വരുത്തട്ടെ. സമയമുള്ളപ്പോൾ സാറ് എൻ്റെ അനുഭവം ഒന്ന് ഗ്രൂപ്പിൽ പറയണം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അനുഭവം എന്ന് പറയുന്നില്ലേ. ജീവിതത്തിൽ നമ്മൾ സംഘർഷത്തോടെ ജീവിക്കുന്ന കുറേ സമയങ്ങളുണ്ടാവും. ആ സമയത്ത് നമ്മൾ അറിയാതെ ഭഗവാനെ വിളിച്ചു പോകും, എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ സഹായിക്കണേ എന്ന്. നമുക്ക് വേറെ ആരും ഇല്ല വിളിക്കാൻ, അതാണ് സത്യം. ഒരുപാട് ആളുകളുണ്ടെങ്കിലും അവസാനമായിട്ട് വിളിക്കാനുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അതൊരു സംശയമില്ല. അപ്പം വേറെ എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക. ഗ്രൂപ്പിൽ വരുന്നവർക്ക്, വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹരേ കൃഷ്ണ.